ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അതിൽ ലഭ്യമാക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും ആശുപത്രി അധികൃതർ ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. എന്താണ് ആരോഗ്യനില എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ വീണ്ടും പോകാം. വിശദാംശങ്ങൾ ഇതാണ്. അഭിലാഷ്, ഇന്ന് രാവിലെ നടത്തിയ CT സ്കാൻ പരിശോധനയിൽ തലയുടെ പരിക്കിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ല എന്ന് പറയുന്നു. ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെങ്കിലും ശ്വാസകോശത്തിലെ ചതവുകൾ അല്പം കൂടിയിട്ടുണ്ട്. വയറിന്റെ സ്കാനിലും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ടില്ല. രോഗിയുടെ വൈറ്റൽ സ്റ്റേബിൾ ആണെങ്കിൽ കൂടിയും ശ്വാസകോശത്തിനേറ്റ സാരമായ ചതവ് കാരണം കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ട ആവശ്യകതയുണ്ട്. ശ്വാസകോശത്തിൻ്റെ ചതവിനായി ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു. വിശദമായ നടത്തിയ സ്കാനിൽ കുറെ കൂടി അടിയന്തര ഇടപെടലുകൾ ആവശ്യമില്ലാത്തതും രോഗിയുടെ അവസ്ഥ മെച്ചപ്പെട്ടതിന് ശേഷം ആവശ്യമെങ്കിൽ ചികിത്സാ നടപടിക്രമങ്ങൾ കൈക്കൊള്ളാവുന്നതുമാണ് എന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നേരത്തെ ഇപ്പോൾ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഏതായാലും വെന്റിലേറ്ററിൽ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർമാരടക്കമുള്ളവർ സംസാരിക്കുന്നു. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്, പക്ഷേ വെന്റിലേറ്ററിൽ തന്നെ തുടരും, നിരീക്ഷണത്തിൽ തുടരും എന്നാണ് ഇപ്പോഴും മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്ന് വന്നിട്ടുള്ള വിവരം.